ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഊട്ടി പോകുന്ന സമയത്ത് നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിൽ സ്ഥിരം കാണുന്ന ഒരു പ്ലേസ് ആയിരിക്കും ദോഡപ്പേട്ട വ്യൂ പോയിന്റ് അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളുകൊണ്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കേസ്. പിന്നെ ഇത് നീലഗിരി ഹിൽസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ദോഡപ്പേട്ട സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത് കേസ്. ഒരു 4 മണിയായി നമ്മൾ. പക്ഷേ ഇറങ്ങിയപ്പോഴേ തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് പോലും നമ്മൾ വിചാരിച്ചില്ല. അത്രയ്ക്ക് നല്ല ട്രാഫിക്കായിരുന്നു. ക്ലോസ് ചെയ്യുമോ വരെ നമ്മൾ വിചാരിച്ചു. പക്ഷേ നമ്മൾ പിന്നെ ഇത്രയും ട്രാഫിക് കാരണം നമ്മൾ പിന്നെ വരണ്ട എന്ന് വരെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു. നമുക്ക് തിരിച്ചു പോകാം എന്ന് വരെ തീരുമാനിച്ചായിരുന്നു. പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സായി പോയി. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. പിന്നെ ഇതിലോട്ട് വണ്ടി വരുന്നതിന് ഫീസുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഇവിടെ ഒരു ടോൾ കണക്ക് ഇവിടെ ഉണ്ട്. ബൈക്കിന് ഫ്രീ ആണ്, കാറുകൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. 40 രൂപയായിരുന്നു നമ്മളിന്ന് മേടിച്ചത്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയും അത്രയ്ക്ക് ട്രാഫിക് ആയതുകൊണ്ടാണ് കേട്ടോ. അതുവരെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. എല്ലാവരും ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നടന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മളും ഇങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 1/2 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് പാർക്കിംഗ് ഏരിയ വരെ പോകാനായിട്ട്. ഗൈസ്, നമ്മളിപ്പോൾ അതോടൊപ്പെട്ട പാർക്കിംഗ് ഏരിയ എത്തി. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകണം. ഈ നടന്നു പോകുന്ന വഴി തന്നെ കുറേ കടകളും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ജാക്കറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉള്ള ഒരുപാട് കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ് കേസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലഗിരി ഹിൽസിലെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടെലിസ്കോപ്പി ഹൗസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളും പിന്നെ കോഫി ഷോപ്പ് സ്നാക്സ് ഒക്കെ കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും കോട ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ടെലിസ്കോപ്പി ഹൗസിൽ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ടെലിസ്കോപ്പി ഹൗസിൽ കയറിയില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണൂർ വ്യൂ, നമുക്ക് ഊട്ടി വ്യൂ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ പിന്നെ നേരെ പോയത് സൂയിസൈഡ് പോയിന്റിലോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ക്ലോസിങ് ടൈം ആവാറായിരുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു കേസ്. ഇവിടുന്ന് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല കേസ്. അത്രയും കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഊട്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദോഡപ്പേട്ട വ്യൂ പോയിന്റ്. നമുക്ക് അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ക്ലോസിങ് ടൈം ആയിരുന്നു. ഇവിടെ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മളിവിടെ തിരിച്ചെത്തി നോക്കിയപ്പോൾ എല്ലാം ക്ലോസ് ആയി. ഒറ്റ മനുഷ്യരില്ല, കടയെല്ലാം ക്ലോസ് ആയിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ പണി കിട്ടി കേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരുന്നു. നടന്നു വരുന്ന കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെ അവിടെ കടയിലെ ഒരു ചേട്ടൻ ചേച്ചിയും കൂടെ പിക്കപ്പിൽ വരികയായിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചോദിച്ച് നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം വരെ അവരെ നമ്മളെ കൊണ്ടാക്കി. ഭയങ്കര ഹെൽപ്പായിരുന്നു അവർ ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയതിനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.